സമീപകാലത്ത് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ വലിയ ചലനം സൃഷ്ടിച്ച ഹിന്ദി ചിത്രമാണ് ധുരന്ധർ. ധുരന്ധർ 2 ദ റിവെഞ്ച് ഇപ്പോൾ തിയേറ്ററുകളിൽ വിജയകരമായി പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. 3 മണിക്കൂറിലധികമുള്ള 2 ചിത്രം ഒരേ സമയം നിർമ്മിച്ച് ആദ്യ ചിത്രം റിലീസ് ചെയ്യുന്നതിനൊപ്പം അതിൻ്റെ രണ്ടാം ഭാഗത്തിൻ്റെ റിലീസ് തീയതി പ്രഖ്യാപിക്കുക ഒരു പക്ഷേ ഇന്ത്യൻ സിനിമാ ചരിത്രത്തിലെ ആദ്യത്തെ സംഭവമായിരിക്കും. 2 ഭാഗവും ആദ്യം തന്നെ എടുത്തു വയ്ക്കുക എന്ന ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ ഒരു റിസ്ക് എടുക്കുക, അത് സാധാരണഗതിയിൽ ഒരു സംവിധായകനും ചെയ്യാത്ത ഒരു കാര്യമാണ്. ആദിത്യ ധർ എന്ന സംവിധായകൻ ചെയ്തത് അതാണ്. അതുകൊണ്ടുകൂടിയാകാം സോഷ്യൽ മീഡിയയിൽ സംവിധായകൻ ആദിത്യ ധർ ദ മാൻ വിത്ത് നോ ഡർ എന്ന് വാഴ്ത്തുന്നത്. ഈ ചിത്രം കേവലം ഒരു മസാല സിനിമ എന്നതിൽ ഉപരി രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട ഗൗരവകരമായ ചില വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. എന്നാൽ സോഷ്യൽ മീഡിയയിൽ ഒരു വിഭാഗം ഇതിനെ പ്രൊപ്പഗണ്ട സിനിമയായി മുദ്ര കുത്തുവാൻ ശ്രമിക്കുന്നുണ്ട്. ഈ വാദങ്ങളുടെ നിജസ്ഥിതിയും സിനിമ മുന്നോട്ട് വയ്ക്കുന്ന യാഥാർത്ഥ്യങ്ങളുമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. അജയ്സ് പ്രസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു അജയ്സ് പ്രസ്. ഹിയർ വാട്ട് വി ഡു ഈസ് എക്സ്പ്രസ്. പാകിസ്ഥാനിലെ അധോലോകത്തും ഭരണതലങ്ങളിലും നുഴഞ്ഞു കയറി വിവരങ്ങൾ ചോർത്തുന്ന ഇന്ത്യൻ ചാരനായാണ് രൺവീർ സിംഗ് അഭിനയിക്കുന്നത്. ഇന്ത്യൻ ഇൻ്റലിജൻസ് ഏജൻസികളിലെ പേര് വെളിപ്പെടുത്താത്ത അനേകം ധീരരായ അണ്ടർ കവർ ഏജൻറ്റുമാരെയാണ് ഈ കഥാപാത്രം പ്രതിനിധീകരിക്കുന്നത്. ശത്രു രാജ്യത്ത് പോയി സ്വന്തം ജീവൻ പണയം വെച്ച് രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന അൺസങ് ഹീറോസാണ് ഇവർ. സിനിമയിലെ കഥാപാത്രങ്ങളും സന്ദർഭങ്ങളും അത് തികച്ചും സാങ്കല്പികമല്ല, മറിച്ച് ഇന്ത്യൻ സുരക്ഷാ ഏജൻസികൾക്ക് ലഭിച്ച പല നിർണായക വിവരങ്ങളെയും ആസ്പദമാക്കിയുള്ളതാണ് എന്നതാണ് ഈ ചിത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. യാഥാർത്ഥ്യവുമായി വളരെ അടുത്തു നിൽക്കുന്നതാണ് ഇതിലെ ഓരോ ഫ്രെയിമും. അതിർത്തി കടന്നുള്ള ഭീകരവാദവും സാമ്പത്തിക കുറ്റകൃത്യങ്ങളും ഇഴചേരുന്ന സന്ദർഭങ്ങൾ വളരെ വിശ്വസനീയമായ രീതിയിലാണ് സംവിധായകൻ ഈ ചിത്രത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. വിമർശകർ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത് 2016 നോട്ട് നിരോധനവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളെയാണ്. എന്നാൽ ചരിത്രപരമായ വസ്തുതകൾ പരിശോധിച്ചാൽ സിനിമയുടെ നിലപാട് ശരിയാണ് എന്ന് ബോധ്യപ്പെടുന്നു. നോട്ട് നിരോധനത്തിനും തൊട്ടു മുമ്പുള്ള കാലഘട്ടത്തിൽ പാകിസ്ഥാനിൽ നിന്നും മറ്റും ഇന്ത്യയിലേക്ക്, പ്രത്യേകിച്ച് കേരളം പോലുള്ള തീരപ്രദേശങ്ങളിലേക്ക് കണ്ടെയ്നർ കണക്കിന് കള്ളനോട്ടുകൾ ഒഴുകുന്നുണ്ട് എന്ന ഇൻ്റലിജൻസ് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. സിനിമ ഈ വിവരത്തെ കൃത്യമായി ഉപയോഗിക്കുന്നുണ്ട്. 2015 അന്നത്തെ കേന്ദ്രമന്ത്രി രാജ്യസഭയിൽ വ്യക്തമാക്കിയ കണക്കുകൾ പ്രകാരം ഏകദേശം 300 കോടി രൂപയുടെ കള്ളനോട്ടുകൾ ആ കാലഘട്ടങ്ങളിലെല്ലാം പിടിച്ചെടുത്തിരുന്നു. ഇത് ഔദ്യോഗികമായി കണ്ടെത്തിയ തുക മാത്രമാണ്. പിടിക്കപ്പെടാതെ വിപണിയിലെത്തിയ തുക ഇതിനും എത്രയോ മടങ്ങ് അധികമായിരിക്കാം. ഈ ഭീകരമായ സാമ്പത്തിക അധിനിവേശത്തെയാണ് സിനിമ തുറന്നു കാട്ടുന്നത്. എന്തുകൊണ്ടാണ് ഈ സിനിമയെ പ്രൊപ്പഗണ്ട എന്ന് വിളിക്കുന്നത്? രാജ്യത്തിൻ്റെ സാമ്പത്തിക ഭദ്രതയെ തകർക്കാൻ ശ്രമിക്കുന്ന ശത്രു രാജ്യങ്ങളുടെ നീക്കങ്ങളെ തുറന്നു കാട്ടുമ്പോൾ അത് ചിലർക്ക് അസ്വസ്ഥതയുണ്ടാക്കുന്നു എന്നത് സ്വാഭാവികമാണ്. കള്ളനോട്ട് ശൃംഖലയെയും അതിന് ഒത്താശ ചെയ്യുന്നവരെയും സിനിമ നിശിതമായി വിമർശിക്കുന്നു. പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് നടക്കുന്ന ഭീകരവാദ പ്രവർത്തനങ്ങളെയും സാമ്പത്തിക യുദ്ധത്തെയും, എക്കണോമിക് ടെററിസം, അതിനെ സിനിമ ചോദ്യം ചെയ്യുന്നത് കൊണ്ടാണ് ഒരു വിഭാഗം ഇതിനെതിരെ തിരിയുന്നത് എന്ന് അനുമാനിക്കാം. ഈ സിനിമയിലെ യഥാർത്ഥ കഥാപാത്രങ്ങൾക്ക് ചേരുന്ന അതേ മുഖച്ഛായ ഉള്ളവരെ കണ്ടെത്തി ആ ക്യാരക്ടേഴ്സ് അവർക്ക് കൊടുക്കുന്നു. ഇപ്പോൾ പാക് മീഡിയ പോലും ആ ജീവിച്ചിരിക്കുന്ന ഒറിജിനലുകളെ തെരഞ്ഞുപിടിച്ച് ഇൻ്റർവ്യൂ ചെയ്യുന്നു. എന്നാലും നമ്മുടെ നാട്ടിൽ കരച്ചിൽ തീരുന്നില്ല. ധുരന്ധർ 1-ാം ഭാഗം വന്നപ്പോൾ പെട്ടെന്നായതുകൊണ്ട് കരയാൻ കഴിയാഞ്ഞവർ 2-ാം ഭാഗം വരാൻ വേണ്ടി കാത്തിരുന്നു, കരയാൻ റെഡിയായിട്ട്. മാത്രമല്ല, നോട്ട് നിരോധനം വലിയൊരു വിജയമായിരുന്നു. അതുകൊണ്ട് ഈ രാജ്യത്തിലെ കള്ളപ്പണം മുഴുവൻ കണ്ടെത്താൻ പറ്റി. മോദി ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ നേട്ടമായിരുന്നു അത് എന്ന മട്ടിലുള്ള ഒരു നറേറ്റീവ് ചിത്രത്തിൽ കൊണ്ടുവന്നിരുന്നു എങ്കിൽ ശരിയാണ്, അതിനെ നമുക്ക് പ്രൊപ്പഗണ്ട എന്ന് വിളിക്കാം. പക്ഷേ അങ്ങനെ അല്ലല്ലോ ചിത്രം പറയുന്നത്. ഒട്ടേറെ കാര്യങ്ങൾ പറയുന്നതിനിടയ്ക്ക് അതും പറഞ്ഞു പോകുന്നത് പോലെയാണ് നറേഷൻ. അതിർത്തിയിലെ യുദ്ധം മാത്രമല്ല, രാജ്യത്തിനകത്ത് നടക്കുന്ന സാമ്പത്തിക അട്ടിമറികളും എത്രത്തോളം അപകടകരമാണ് എന്ന് ചിത്രം ഓർമ്മിപ്പിക്കുന്നു. കള്ളനോട്ടുകൾ എങ്ങനെയാണ് ഒരു രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ തകർക്കുന്നത് എന്നും അത് സാധാരണക്കാരെ എങ്ങനെ ബാധിക്കുന്നു എന്നും ലളിതമായും എന്നാൽ ശക്തമായും സിനിമ കാണിച്ചു തരുന്നു. എന്താണ് ഈ സിനിമയുടെ പ്രസക്തി? ഇന്ത്യൻ സിനിമയുടെ, പ്രത്യേകിച്ചും ബോളിവുഡിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ മുഗൾ ഭരണാധികാരികളെയും മറ്റ് അധിനിവേശകരെയും കേന്ദ്രീകരിച്ച് നിർമ്മിച്ച പല സിനിമകളും അവരെ അതിമാനുഷികരും സ്നേഹസമ്പന്നരും നീതിമാന്മാരുമായി ചിത്രീകരിച്ചിട്ടുള്ളതായിട്ട് നമുക്ക് കാണാം.
ചരിത്രത്തിലെ ക്രൂരമായ വശങ്ങളെ സൗകര്യപൂർവ്വം മറച്ചു വെച്ചുകൊണ്ട് റൊമാൻറ്റിക് പരിവേഷം നൽകിയ അത്തരം ചില പ്രമുഖ ചിത്രങ്ങൾ ഇനി പറയുന്നവയാണ്. മുഗളെ ആസാം 1960 ഇറങ്ങിയ ചിത്രമാണ്. ഇന്ത്യൻ സിനിമയിലെ ക്ലാസിക് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ ചിത്രം അക്ബർ ചക്രവർത്തിയെ മഹാനായ ഭരണാധികാരിയായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ചിത്രം സലിം അനാർക്കലി പ്രണയത്തിന് പ്രാധാന്യം നൽകിയപ്പോൾ അക്ബറിൻ്റെ ഭരണകാലത്തെ യുദ്ധങ്ങളെയും അടിച്ചമർത്തലുകളെയും പൂർണ്ണമായിട്ടും ഒഴിവാക്കി. അക്ബറിനെ ഒരു നീതിമാനായ പിതാവും ഭരണാധികാരിയുമായിട്ടാണ് ഇതിൽ കാണിക്കുന്നത്. അതുപോലെ തന്നെയാണ് 2008 ഇറങ്ങിയ ജോധ അക്ബർ. ഹൃത്തിക് റോഷൻ നായകനായ ഈ ചിത്രം അക്ബറിനെ തികച്ചും മതേതരവാദിയും ക്ഷമയും സ്നേഹവുമുള്ള ഏവരെയും ഉൾക്കൊള്ളുന്ന ഒരു ഭരണാധികാരിയായിട്ടാണ്, ഒരു ബെനവലൻ്റ് റൂളറായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ചരിത്രപരമായി അക്ബർ നടത്തിയ ചിറ്റോർഗഡ് കൂട്ടക്കൊലയോ മറ്റു ക്രൂരതകളോ ഈ സിനിമയിൽ എങ്ങും പരാമർശിക്കപ്പെടുന്നില്ല. പകരം അദ്ദേഹത്തിൻ്റെ മഹത്വത്തിനാണ് ഊന്നൽ നൽകിയത്. അതേപോലെ തന്നെയാണ് 1963 2005 ഇറങ്ങിയ താജ്മഹൽ. ഷാജഹാനെ ഒരു പ്രണയ നായകനായി മാത്രം അവതരിപ്പിച്ച ചിത്രങ്ങളാണിത്. താജ്മഹൽ പണിത തൊഴിലാളികളുടെ കൈവെട്ടിമാറ്റി എന്നതുപോലുള്ള ക്രൂരമായ കഥകളോ സ്വന്തം സഹോദരങ്ങളെ കൊന്നുതള്ളിയ ചരിത്രമോ ഒന്നും ഈ സിനിമകളിൽ കാണില്ല. വെറും ഒരു പ്രണയകാവ്യം എന്ന നിലയിലാണ് ഇവ ആഘോഷിക്കപ്പെട്ടത്. അതേപോലെ തന്നെയാണ് 1943 ഇറങ്ങിയ താൻസൻ, 60 ഇറങ്ങിയ ബാബർ. ഈ പഴയ ചിത്രങ്ങളെല്ലാം ഈ ചിത്രങ്ങളെല്ലാം മുഗൾ രാജാക്കന്മാരെ കലയുടെയും സാഹിത്യത്തിൻ്റെയും സംഗീതത്തിൻ്റെയും പോഷകരായി മാത്രം കാണിച്ചു. വാളെടുത്ത് നടത്തിയ ചോരപ്പുഴകൾ അവിടെ സൗകര്യപൂർവ്വം മറയ്ക്കപ്പെട്ടു. ബോളിവുഡിൽ മാത്രമല്ല, മോളിവുഡിലായാലും എല്ലാ വുഡിലും ഈ ഇരട്ടത്താപ്പ്, ഈ ഡബിൾ സ്റ്റാൻഡേർഡ് നിലനിൽക്കുന്നുണ്ട് എന്നത് ഒരു വസ്തുതയാണ്. അതിനുള്ള പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ കാരണം ഇവരുപയോഗിക്കുന്ന സിനിമാറ്റിക് ലിബേർട്ടി അഥവാ സർഗാത്മക സ്വാതന്ത്ര്യം എന്ന കവചമാണ്. പണ്ട് മുഗൾ രാജാക്കന്മാരെയും മറ്റും കുറിച്ച് സിനിമകൾ ഇറങ്ങുമ്പോൾ ചരിത്രപരമായ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചാൽ അതിനെ സിനിമാറ്റിക് ലിബേർട്ടി എന്ന വാക്കുകൊണ്ട് നേരിടുമായിരുന്നു. സിനിമ എന്നത് ചരിത്ര ക്ലാസ് അല്ല, അത് വിനോദത്തിനുള്ള ഉപാധിയാണ് എന്നതായിരുന്നു അന്നത്തെ പ്രധാന വാദം. അതുകൊണ്ട് അക്ബർ ഒരു യുദ്ധം ജയിക്കാൻ നടത്തിയ കൂട്ടക്കൊലയേക്കാൾ അയാൾ കൊട്ടാരത്തിൽ പാട്ട് കേൾക്കുന്നതോ പ്രണയിക്കുന്നതോ കാണിക്കാനാണ് സംവിധായകർക്ക് താല്പര്യമുണ്ടായിരുന്നത്. ക്രൂരരായ ഭരണാധികാരികളെപ്പോലും റൊമാൻറ്റിക് ഹീറോ ആയി മാറ്റിയാൽ മാത്രമേ കുടുംബ പ്രേക്ഷകർ തിയേറ്ററിൽ വരൂ എന്നൊരു ധാരണയുണ്ടായിരുന്നു. ഉദാഹരണത്തിന് മുഗളെ ആസാം എന്ന സിനിമ സലിം അനാർക്കലി പ്രണയ കാവ്യമാണ്. ചരിത്രപരമായിട്ട് അനാർക്കലി എന്നൊരു വ്യക്തി ഉണ്ടായിരുന്നു എന്നുപോലും തെളിവില്ല. എന്നിട്ടും ആ സിനിമ എക്കാലത്തെയും വലിയ ക്ലാസിക്കായി വാഴ്ത്തപ്പെട്ടു. ആരും അതിനെ നുണ പറയുന്ന സിനിമ എന്ന് വിളിച്ചില്ല, മറിച്ച് സർഗാത്മക സൃഷ്ടി എന്ന് വിളിച്ചു. മറ്റൊന്ന് ഗംഗാ ജംനി തഹ്സീബ് എന്ന് പറയുന്ന ഒരു അജണ്ടയാണ്, ഒരു സാംസ്കാരിക സമന്വയം എന്ന് പറയുന്ന അജണ്ടയാണ്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ മതേതരത്വവും മതസൗഹാർദ്ദവും ഊട്ടി ഉറപ്പിക്കുവാൻ സിനിമയെ ഒരു വലിയ ടൂൾ ആയി ഉപയോഗിച്ചിരുന്നു. ഇതിനെയാണ് ഗംഗാ ജംനി തഹ്സീബ് എന്ന് വിശേഷിപ്പിക്കാറുള്ളത്. നല്ലത് മാത്രം കാണിക്കുക. മുഗൾ ഭരണകാലത്തെ ശരിയായ ചരിത്രം, കൂട്ടക്കൊലകൾ, ക്ഷേത്രങ്ങൾ തകർത്തത്, ജിസിയ നികുതി, നിർബന്ധിത മതപരിവർത്തനം, ഇതൊന്നും സിനിമയിൽ കാണിച്ചാൽ അത് മതസൗഹാർദ്ദത്തെ ബാധിക്കും എന്നൊരു ഭയമുണ്ടായിരുന്നു. അതിനാൽ ബോധപൂർവം തന്നെ ആ ഭാഗങ്ങൾ ഒഴിവാക്കി. പകരം അവരെ കലയുടെയും സാഹിത്യത്തിൻ്റെയും സംഗീതത്തിൻ്റെയും, ഉദാഹരണത്തിന് താൻസൻ തന്നെ, പ്രോത്സാഹകരായി മാത്രം ചിത്രീകരിച്ചു. അക്ബർ ദ ഗ്രേറ്റ് എന്ന നറേറ്റീവ് കെട്ടിപ്പടുക്കുവാൻ സിനിമകൾ വലിയ പങ്ക് വഹിച്ചു. ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് കാരണം ആരെങ്കിലും ഇതിനെ ചോദ്യം ചെയ്താൽ അവരെ വർഗീയവാദികളായി മുദ്രകുത്തുന്ന ഒരു അവസ്ഥയും ഉണ്ടായി. സത്യം പറയുന്നതിനേക്കാൾ സൗന്ദര്യമുള്ള നുണ, ബ്യൂട്ടിഫുൾ ലൈ പറയുന്നതിനായിരുന്നു അന്ന് കയ്യടി ലഭിച്ചിരുന്നത്. ഇന്നെന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഇന്നത്തെ മാറ്റം എന്താണ്? ഇന്ന് ധുരന്തർ 2 പോലെയുള്ള സിനിമകൾ വരുമ്പോൾ സ്ഥിതി മാറുകയാണ്. ഇന്നത്തെ സിനിമകൾ, പ്രത്യേകിച്ചും കാശ്മീർ ഫയൽസ്, ഉറി തുടങ്ങിയവ പഴയ റൊമാൻറ്റിക് രീതി വിട്ട് ഇൻ്റലിജൻസ് റിപ്പോർട്ടുകളെയും കൈപ്പേറിയ സത്യങ്ങളെയും അടിസ്ഥാനമാക്കി കഥ പറയുന്നു. ഇത് പഴയ മതേതര നറേറ്റീവിനെ പൊളിച്ചെഴുതുന്നു. പാകിസ്ഥാൻ സ്പോൺസർ ചെയ്യുന്ന ഭീകരവാദത്തെയോ രാജ്യത്തിനകത്ത് നടക്കുന്ന കള്ളനോട്ട് വിനിമയത്തെയോ സിനിമ പച്ചയായി കാണിക്കുമ്പോൾ അത് വർഷങ്ങളായി നിലനിന്നിരുന്ന എല്ലാം ശാന്തമാണ് എന്ന മിഥ്യാധാരണയെ തകർക്കുന്നു. ഈ സത്യങ്ങൾ വെളിച്ചത്ത് വരുന്നത് ചില രാഷ്ട്രീയ സാമൂഹിക വിഭാഗങ്ങൾക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നു. തങ്ങൾ വർഷങ്ങളായി സംരക്ഷിച്ചു പോന്ന നറേറ്റീവുകൾ തകരുമ്പോൾ അവർ അതിനെ പ്രതിരോധിക്കുവാൻ കണ്ടെത്തുന്ന പുതിയ വാക്കാണ് പ്രൊപ്പഗണ്ട.
അതായത് പണ്ട് മുഗൾ രാജാക്കന്മാരെ സ്തുതിച്ചപ്പോൾ അത് കലയും, ഇന്ന് രാജ്യസുരക്ഷയെ ബാധിക്കുന്ന സത്യങ്ങൾ പറയുമ്പോൾ അത് രാഷ്ട്രീയവുമായി വ്യാഖ്യാനിക്കപ്പെടുന്നു. ഈ ചിത്രം പ്രൊപ്പഗാൻഡ ആണ് എന്ന് പറയുന്ന പലരെയും അസ്വസ്ഥപ്പെടുത്തിയത് മൻമോഹൻ സിംഗിൻ്റെ UPA സർക്കാരിൻ്റെ പിടിപ്പുകേട് ഈ ചിത്രം തുറന്നുകാട്ടി എന്നുള്ളത് കൊണ്ടാണ്. ഒരു ചലച്ചിത്രം ഒരു പ്രധാനമന്ത്രിയെ തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് തലവേദന ഉണ്ടാക്കുന്നതായും ഒരു ചായക്കടക്കാരൻ ഉയർന്നു വന്ന് തീവ്രവാദത്തെ വെല്ലുവിളിക്കുന്നതായും ആ ചായക്കടക്കാരൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവുന്നതായും കാണിക്കുകയാണെങ്കിൽ ആ ചിത്രം വ്യക്തമായും ഭാരതാനുകൂലവും തീവ്രവാദ വിരുദ്ധവുമാണ്. അതിനെ BJP അനുകൂലം എന്ന് ലേബൽ ചെയ്യുവാൻ തിടുക്കം കാണിക്കരുത്. എന്നിട്ടും നിങ്ങൾ അതിനെ BJP അനുകൂലം എന്ന് വിളിക്കുകയാണെങ്കിൽ ഭാരതാനുകൂലമാകുക എന്നത് BJP അനുകൂലമാവുന്നതിന് തുല്യമാണ് എന്ന് നിങ്ങൾ പരോക്ഷമായി പറയുകയാണ്. ഇനി ചോദ്യം ഇതാണ്: മുൻ സർക്കാരിനെ മോശമായി ചിത്രീകരിച്ചിരിക്കുന്നു എന്ന് ആളുകൾ പറയുന്നു. ഇത് ശരിയാണോ? ഇതിലെന്തെങ്കിലും വസ്തുതയുണ്ടോ? ഇന്ത്യയുടെ മുൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ശിവശങ്കർ മേനോൻ തൻ്റെ ചോയ്സസ് ഇൻസൈഡ് ദ മേക്കിംഗ് ഓഫ് ഇന്ത്യ ഫോറിൻ പോളിസി എന്ന പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, 26/11 ശേഷം സൈന്യത്തിന് വ്യക്തമായൊരു പദ്ധതി ഉണ്ടായിരുന്നുവെന്നും എന്നാൽ അന്നത്തെ കോൺഗ്രസ് സർക്കാർ ആ പദ്ധതി നടപ്പിലാക്കുന്നതിൽ നിന്ന് സൈന്യത്തെ തടഞ്ഞു എന്നും. ബറാക്ക് ഒബാമ പോലും തൻ്റെ ആത്മകഥയായ എ പ്രോമിസ്ഡ് ലാൻഡ് എന്നതിൽ എഴുതിയിട്ടുണ്ട്, മൻമോഹൻ സിംഗുമായി നടത്തിയ ഒരു സംഭാഷണത്തിൽ 26/11 ശേഷം പാകിസ്ഥാനെതിരെ പ്രതികരിക്കുന്നത് ഒഴിവാക്കിയത് ഇന്ത്യയിൽ സാമുദായിക സംഘർഷം ഉണ്ടാക്കാൻ ആഗ്രഹിക്കാത്തത് കൊണ്ടാണെന്ന് അദ്ദേഹം പറഞ്ഞു എന്ന്. ശരിക്കും പാകിസ്ഥാനെ ആക്രമിക്കുന്നത് എങ്ങനെയാണ് ഇന്ത്യയിൽ സാമുദായിക സംഘർഷം ഉണ്ടാക്കുക? 166 പേര് കൊല്ലപ്പെട്ട 26/11 ആ മുംബൈ ഭീകരാക്രമണത്തിനെതിരെ തിരിച്ചടിക്കാതിരുന്നത് അമേരിക്കയുടെ സമ്മർദ്ദത്തെ തുടർന്നായിരുന്നു എന്ന് ഈ അടുത്ത കാലത്താണ് UPA മന്ത്രിസഭയിൽ ആഭ്യന്തരമന്ത്രിയായിരുന്ന P. ചിദംബരം വെളിപ്പെടുത്തിയത്. 2004 മുതൽ 2014 വരെ ഇന്ത്യയിൽ ഭീകരവാദത്തെ തുടർന്ന് എത്ര ആളുകൾ മരിച്ചിട്ടുണ്ട്? 2093 പേരാണ് മരിച്ചു വീണത്, മുംബൈ അറ്റാക്ക് ഉൾപ്പെടെ. പക്ഷേ നമ്മുടെ അന്നത്തെ സർക്കാർ എന്തു ചെയ്തു? ഒന്നും ചെയ്തില്ല. ഇനി പറയൂ, ദുരന്തർ 2 മുൻ സർക്കാരിനെ കഴിവില്ലാത്തവരും രാജ്യദ്രോഹികളുമായി എന്തുകൊണ്ട് കാണിക്കരുത്? ചുരുക്കത്തിൽ ദുരന്തർ 2 ദ റിവഞ്ച് എന്ന ചിത്രം ചരിത്രപരമായ വസ്തുതകളെയും ഇൻ്റലിജൻസ് വിവരങ്ങളെയും അടിസ്ഥാനമാക്കി നിർമ്മിച്ച ഒരു ത്രില്ലറാണ്. ഇതിനെ പ്രൊപ്പഗണ്ട എന്ന് വിളിക്കുന്നത് യാഥാർത്ഥ്യങ്ങൾക്ക് നേരെ കണ്ണടക്കലാണ്. രാജ്യസുരക്ഷയ്ക്കും സാമ്പത്തിക ഭദ്രതയ്ക്കും ഭീഷണിയാകുന്ന ഘടകങ്ങളെ ധീരമായി തുറന്നുകാട്ടിയ ഒരു സിനിമയാണ് ഇത് എന്ന് നിസ്സംശയം പറയാം. സിനിമയെ സിനിമയായി കാണുക എന്നതും സിനിമയിലെ രാഷ്ട്രീയം ചെയ്യുക എന്നതും ആരുടെ പക്ഷത്താണ് സിനിമ നിൽക്കുന്നത് എന്നതനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്ന വിരോധാഭാസം. ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർ കൂടി ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കുക. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. നമസ്കാരം.